വാർത്ത. കെ മുരളീധരൻ മാധ്യമങ്ങളെ തീർച്ചയായിട്ടും അൻവറിനെ സഹകരിപ്പിക്കും. അൻവർ ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അൻവറെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF ജയിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ, പിണറായിക്ക് എതിരായിട്ടുള്ള എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കണം എന്ന് പറയാനുള്ള കാരണം. അല്ല, ഇപ്പൊ രാഷ്ട്രീയത്തിൽ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റും. അൻവറിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് കൂടെ നിർത്തും എന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അതായത് അൻവർ നടത്തിയ ഈ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾക്ക് മയപ്പെട്ട ഒരു സമീപനം കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അത് ഏത് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളതെല്ലാം അറിയണം. ഓരോരുത്തരുടെ ശൈലിയല്ലേ എന്നാണ് അൻവറിന്റെ ഈ ചുട്ട മറുപടിക്കും പരാമർശങ്ങൾക്കുമൊക്കെ കെ മുരളീധരൻ നടത്തിയിട്ടുള്ള പരാമർശം. അതേതായാലും അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയും അല്പസമയത്തിനകം എന്ന് കരുതുന്നു. ഏതായാലും PV അൻവർ നടത്തിയ നീക്കത്തിൽ ഞെട്ടിയത് ലീഗാണ്. ഇന്നലെ രാത്രി നടന്ന കൂടിക്കാഴ്ചകളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷം അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതാണ് ലീഗിനെ ഞെട്ടിച്ചത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് തനിക്കൊപ്പം നിന്നത്. അതായത് ലീഗിനെ ആ തരത്തിൽ ഒരു പ്ലസ് മാർക്ക് കൊടുത്തെങ്കിലും UDF ഒറ്റക്കെട്ടായി നിന്ന് തന്നോട് നന്ദികേട് കാണിച്ചു, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു, VD സതീശൻ മുഖത്ത് ചവിട്ടി എന്നതൊക്കെ പറയുമ്പോൾ ലീഗും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? എന്താണ് മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ? ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും PM എ സലാമും എല്ലാം പങ്കെടുത്ത നേതൃയോഗത്തിന് ശേഷമാണ് VD സതീശൻ നിലമ്പൂരിൽ PV അൻവറിൻ്റെ നിലപാടുകൾക്കെതിരെ നിശിതമായ ഭാഷയിൽ നിലപാട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം PV അൻവർ PV അബ്ദുൽ വഹാബിൻ്റെ വസതിയിലെത്തി ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. PM എ സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടുന്ന നേതാക്കളോട് അൻവർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് VD സതീശൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആദ്യം അൻവർ UDFനൊപ്പം നിൽക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിന് ശേഷം ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് രാത്രി നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെട്ട് കണ്ടത്. അദ്ദേഹം ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പോകുന്ന തരത്തിലേക്ക് നിലപാട് മാറ്റി നമ്മൾ കണ്ടത് അത് ലീഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം അഴിച്ചുവിട്ടത് അക്ഷരാർത്ഥത്തിൽ ലീഗ് നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഒരു രാത്രി കൊണ്ട് ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് മാറ്റം വരാൻ സംഭവിച്ചതെന്ന ചോദ്യമാണ് ലീഗ് ഉയർത്തുന്നത്. ഒരു തരത്തിലും ഇങ്ങനെ ഒരു സമീപനം അൻവറിൽ നിന്നും ലീഗ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അൻവറിനെ ഒപ്പം കൂട്ടി നിലമ്പൂരിൽ UDFന് വലിയ ഒരു മേൽക്കൈ ഉണ്ടാക്കാം, നല്ല വിജയം നേടാമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ലീഗിനുള്ളത്. കാരണം ലീഗിനറിയാം അൻവറിനെ നിലമ്പൂരിൽ മാറ്റി നിർത്തിയാലുണ്ടാകുന്ന പ്രതിസന്ധികൾ. കാരണം അൻവർ നേടാൻ പോകുന്ന വോട്ടുകൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണെന്ന് ലീഗിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലീഗ് അൻവറിനെ കൂടെ നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തുന്നതും ഓരോ ഘട്ടത്തിലും അതിനുള്ള മുൻകൈ എടുക്കുന്നതും. മധ്യസ്ഥം വഹിക്കുന്നില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പോലും അൻവറിന് UDFിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ലീഗ് നേതൃത്വമാണ്. ആ ലീഗ് നേതൃത്വത്തിൽ പോലും അൻവറിന് ഇന്നത്തെ പ്രസ്താവനയിൽ ഒരു ഞെട്ടലാണ്, അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് ധാരണയാക്കിയ ശേഷം ഇന്ന് സമവായത്തിലേക്ക് എത്തും, ഇന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സമയത്താണ് PV അൻവർ ഇന്ന് രാവിലെ വന്ന് വീണ്ടും UDF നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് VD സതീശനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ പലരും പ്രതികരിക്കുന്നത് കെ മുരളീധരൻ ഇത് വീണ്ടും സമവായത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും VD സതീശൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് നിലമ്പൂർ മമ്പാടാണുള്ളത്. മമ്പാട് അദ്ദേഹം താമസിക്കുന്ന ഇടത്താണ് നമ്മളുള്ളത്. അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മാധ്യമങ്ങളെ കാണാൻ സാധ്യത കുറവാണ് എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ PV അൻവർ തൻ്റെ മാത്രം ഉന്നയിച്ച് നടത്തിയ ഈ ആരോപണങ്ങളെ, ഈ ആക്രമണങ്ങളെ VD സതീശൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയായിരിക്കും ഈ ഒരു അൻവറിൻ്റെ UDFുമായുള്ള സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. എന്നാണെങ്കിലും എല്ലാ കാലത്തും ഈ ഒരു പ്രതിസന്ധി സമയങ്ങളിലൊക്കെ ലീഗായിരുന്നു അൻവറിനൊപ്പം നിന്നത്. ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്.
അപർണ. അതായത് ഇനി അൻവർ ഇനി പുറത്തിറങ്ങി വരണം, അപ്പോഴായിരിക്കും ഇനി ഒരുപക്ഷെ എന്താണ് പറയാൻ പോകുന്നത്. പക്ഷേ അല്പം മുൻപ് കെ മുരളീധരൻ പറയുന്നത് UDF കൂടെ നിർത്തും, ഇതൊക്കെ ഒരു ശൈലിയല്ലേ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അല്ലാതെ അൻവർ ഈ മുഖമടച്ചു പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൊരു സൂചനയ്ക്കുണ്ട്. അതുകൂടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്നൊരു വിഷയത്തിലേക്ക് ലീഗ് കടക്കുമോ? കോൺഗ്രസ് എന്തു പറയുന്നു? കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു അൻവറിൽ എന്നറിഞ്ഞതിന് ശേഷം മതി എന്നൊരു തീരുമാനത്തിൽ എന്തെങ്കിലും പ്രതികരണം തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ ലീഗ്? തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ആ തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ സീറ്റിലാണ് മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ്സാണ് ആദ്യവും അവസാനവും അഭിപ്രായം പറയേണ്ടത്. മുന്നിലെടുക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിൻ്റെ അഭിപ്രായം ഇവിടെ പ്രധാനപ്പെടുന്നതാവുന്നതും ലീഗിന് സമ്മർദ്ദം ചെലുത്താവുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ്. നിലമ്പൂരിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നമുക്ക് നേരത്തെ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ മറ്റ് നേതാക്കളെയൊക്കെ അദ്ദേഹം പറഞ്ഞു, കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പരാമർശം, അദ്ദേഹത്തെ കെ സുധാകരനെ ആവട്ടെ, കെ മുരളീധരനാകട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, ഇവരൊക്കെ സ്ഥിരമായി തന്നോട് ബന്ധപ്പെടാറുണ്ട്, തന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് വിമർശനം ചെന്ന് അവസാനിക്കുന്നത് VD സതീശനിലേക്കാണ്. പലപ്പോഴും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. 15-ാം തീയതി അത്രയും വിശദമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് 2 ദിവസത്തിനകം തീരുമാനം വരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ഇതുവരെ വന്നില്ല. പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം എണ്ണമിട്ട് പറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് പറയുമ്പോഴും അതിലേക്ക് തടസ്സമാകുന്നത് VD തീർച്ചയായിട്ടും അനുമോദ് തിരികെ എത്താം. ഏതായാലും മെമ്പാടാണ് അനുമോദ് ഉള്ളത്. അൻവർ പുറത്തേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് എന്നുള്ളത് കൂടി നോക്കണം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ A സജീവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ A സജീവൻ, ഒരു വലിയ ട്വിസ്റ്റിലേക്ക് കടന്നു UDF നിലമ്പൂരിലെ പ്രതീക്ഷകൾ എന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ അല്പം മുൻപ് ഈ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയതിനു ശേഷവും അൻവർ നടത്തിയതിനു ശേഷവും കെ മുരളീധരൻ പറയുന്നത് ഇത് പരിഹരിക്കും, കൂടെ നിർത്തുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു വിഭാഗം അൻവറിന്റെ ഈ വിമർശനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ടോ? അൻവറിനോട് താല്പര്യമുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അൻവർ കാണിക്കുന്ന പിടിവാശി അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസുകാർക്കും കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിടിവാശി നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് അടുക്കാണ്, UDF-ലേക്കാണ് ഇനി എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നിലമ്പൂരിൽ അടുത്ത് മത്സരിക്കേണ്ടത് ജോയിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള താല്പര്യം എന്ന് പറയുന്നത് മുന്നണിയിൽ സമ്പൂർണ്ണ ഘടകകക്ഷിയായിട്ട് മാറുക എന്നുള്ളത്. അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം RMPയെ പോലെയുള്ള പാർട്ടികൾ എത്രയോ കാലമായിട്ട് UDF-ന്റെ ഭാഗമാണ്, അവരുടെ ശക്തിയായിട്ട് നിൽക്കുന്നതാണ്. അൻവറിനെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ സ്വാധീന ശക്തിയുള്ള പാർട്ടിയാണ്. എന്നിട്ട് അവർക്കിപ്പോഴും സമ്പൂർണ്ണ ഘടകകക്ഷിയായിട്ട് മാറാൻ പറ്റിയില്ല. ഈ ഒരു പിടിവാശി, ഇത്തരം പിടിവാശികളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് VD സതീശൻ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പോലെ എത്രയോ കാലമായിട്ട് VD സതീശന്റെ നിതാന്ത ശത്രുവാണ് അൻവർ. അത് നേരത്തെ പിണറായിയോട് ഒട്ടി നിൽക്കുമ്പോഴും അദ്ദേഹം സതീശനായിരുന്നു മുഖ്യ ശത്രു. അത് ഈ പൂരം കലക്കൽ പ്രശ്നത്തിൽ പോലും ആദ്യഘട്ടത്തിൽ അൻവർ പറഞ്ഞിരുന്നത് സതീശനെതിരെയായിരുന്നു. സ്വാഭാവികമായിട്ട് ശ്രീ A സജീവൻ, അതൊരു വിഷയമാണ് കോൺഗ്രസിലെ ഈ 2 വിഭാഗം എന്നുള്ളത്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ലീഗ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക, പാണക്കാട് പോകുക, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ തരത്തിൽ. ഇത് മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും ലീഗ് ഇതിന് സപ്പോർട്ടായിരുന്നു UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോഴും കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇന്നലെ കാണുന്നു, ചർച്ചകൾ നടക്കുന്നു, ധാരണയുണ്ടാകുന്നു. അതിനുശേഷം അൻവർ വന്ന് ഈ വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം. UDF